ഗോഡ് ഫാദർ പടത്തിലെ ഗേറ്റ് പൊളിച്ച് കയറി വരുന്നത് അതൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നീ അനുജന്മാരെ തല്ലിക്കുമല്ലേ എന്ന് പറഞ്ഞ് കയറി വരുന്ന അതൊക്കെ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ള അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളാണ്. മോഡുലേഷൻ ആയാലും ആ ലുക്കാണേലും ആ കയറി വരുന്ന ലുക്കാണേലും അതല്ല അതിൽ നിന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞില്ല ഡബിങ് അത് അങ്ങനെ കണ്ട അത് കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്ന കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് അത് കണ്ട അത് കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നില്ലേ എന്നിങ്ങനെ എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡബിങ് സമയം ഉണ്ടായിരുന്നോ പുള്ളി അവിടെ? ഫസ്റ്റ് ഡേ വന്ന അച്ഛൻ വേറെ അതിന് പോയി. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ഈ ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഡബിങ്ങിനെ പറ്റിയിട്ട്. എനിക്കൊന്നും അറിയില്ല ഡബിങ്ങിനെ പറ്റി. പോയിട്ടൊന്നുമില്ല അച്ഛൻ്റെ ഒന്നും പോയിട്ടുണ്ട്. അതേ പോയി അവിടെ നിന്ന് ബോറടിച്ച് പലപ്പോഴും ഞാൻ കാറിലിരുന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഡബിങ് സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്റ്റുഡിയോയ്ക്കകത്ത് അച്ഛൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ സൈഡിലൊക്കെ കിടന്ന് ഉറങ്ങുന്നത്. അച്ഛനും അപ്പനും ഉണ്ടാക്കി വെച്ചൊരു പേര് ഞാൻ കാരണം കുളമാകുമോ അവര് ഉണ്ടെങ്കിൽ ഞാൻ കാരണം കുളമാകുമെന്ന് ഭയങ്കര പേടി എനിക്കുണ്ടായിരുന്നു. കൊണ്ടില്ലെന്നല്ല അത് അവരോട് അടുത്തെങ്കിലും ചീത്തപ്പേര് നല്ലത് കേൾപ്പിച്ചാൽ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. ആളുകളെ കുഴപ്പമില്ല എന്നെങ്കിലും പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ചീത്തപ്പേര് കേൾപ്പിച്ചില്ല. അല്ല അച്ഛനെ പറയണ ഒരുപാടുണ്ട്. മുക്കിലെ രാജ്യം മുക്കിലെ ഇതൊക്കെ എന്തുവാണ് ചിരിച്ച് ഇപ്പൊ കണ്ടാലും നമ്മളത് എത്ര കണ്ടാലും നമുക്കത് കോമഡി മടുക്കാത്ത പോർഷൻസ് ആണ് അതൊക്കെ. ഒന്നും കൂടെ എനിക്ക് ഈ പടം റിക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഇതാണ്. സംഭവിക്കട്ടെ. ഞങ്ങളും മീറ്റിംഗ് ഇത് പറഞ്ഞപ്പോ